അമേരിക്കൻ സൈന്യം വേണ്ടി വന്നാൽ ഇറാനിൽ ഇറങ്ങുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. ഇടപെടുമ്പോൾ ശ്രദ്ധ വേണമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് അലി ഖംനായി അതിന് മറുപടി നൽകുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ തകർക്കുമെന്നും അവിടെ സംരക്ഷിക്കാൻ സാധിക്കാത്ത അമേരിക്കക്ക് തങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് വിജയമുണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പ്രതികരിച്ചു. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള വാക്ക് തർക്കമായിട്ട് യഥാർത്ഥത്തിൽ ഇറാൻ്റെ വിഷയം ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് ഇറാനിലെ വിഷയം എന്നുള്ളത് നമ്മൾ നോക്കാം. ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇറാൻ ഏറെക്കുറെ മാറിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ മാത്രമാണ് ഇറാനിലുള്ളത്. പരമാവധി വിഷയങ്ങൾക്ക് പരിഹാരം എന്നല്ല സമാധാനമുണ്ടായി. പ്രശ്നങ്ങൾ അടിച്ചൊതുക്കാനോ ഇല്ലാതാക്കാനോ സാധിച്ചു. ഇറാൻ്റെ സമര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭകാരികളുടെ ആവശ്യങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചില പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. അതിതാണ്: ഒന്ന്, ജീവിത ചെലവ് നിയന്ത്രിക്കുക. സാമ്പത്തിക പ്രശ്നമാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതല്ലാതെ രീതിയിൽ ഭരണ സംവിധാനത്തിന് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതോ അതല്ലെങ്കിൽ മറ്റു ലോക രാജ്യങ്ങളിൽ ഇറാൻ ഇടപെടുന്നതിൽ പിഴകൾ പറ്റിയിട്ടുണ്ട് എന്നോ ഇസ്രായേലുമായിട്ടുള്ള സമീപനത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയല്ല. അവിടുത്തെ വിഷയം, ഈ കാതലായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക ഇടിവ് മാത്രമാണ്. അതിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ ഉണ്ടാവുന്ന സമയത്താണ് അതിന് മറ്റൊരു മാനം വരുന്നത്. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇറാനിലെ ആഭ്യന്തര വിഷയം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരു വിഷയങ്ങളില്ല. ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ എന്ന രാജ്യമായതുകൊണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സമര രീതികൾ മറ്റു ജനാധിപത്യ രാജ്യത്തൊക്കെ ഉണ്ടാകുന്ന പോലെ ഉണ്ടാകുന്നു എന്നതിനപ്പുറമായതിൽ അതൊന്നുമില്ല. പക്ഷെ അത് ഇറാൻ ആകുന്ന സമയത്ത് അതൊരു വൈകാരിക തലമുണ്ടാവും. അത് അമേരിക്കക്ക് താല്പര്യമുണ്ടാവും, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടാവും, ഇസ്രായേലിന് പ്രത്യേകം താല്പര്യമുണ്ടാവും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ എല്ലാ കാലത്തും അവർ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ സാധിക്കാത്തൊരു രാജ്യമാണ് ഇറാൻ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആഭ്യന്തരമായ രീതിയിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും അവലംബിക്കുന്ന നയമാണ്, നിലപാടാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ജീവിത ചെലവ് കുറയ്ക്കുന്നത്, സമ്പൽ വ്യവസ്ഥ പരിഷ്കരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, സമരക്കാരുടെ പരാതികൾ അപ്പാടെ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തെ ഭാഗത്തുണ്ടായത്. ആവശ്യങ്ങൾ പരിഗണിക്കുകയും കലാപം പ്രതിരോധിക്കുകയും ചെയ്യും. വിദേശ ഇടപെടൽ അനുവദിക്കുകയില്ല. അതിനെ പ്രതിരോധിക്കാൻ ഇറാന് ശക്തിയും ബലവുമുണ്ട്. ഇൻ്റർനെറ്റ് നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തങ്ങൾ ആലോചിക്കും, വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണെങ്കിൽ. അഥവാ ആവശ്യങ്ങൾ പരിശോധിക്കുകയും സമരക്കാരെ നേരിടുകയും വിദേശ ഇടപെടൽ അവസാനിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇതിന് മുൻപ് സമാനമായിരിക്കുന്ന കലാപങ്ങളും വിഷയങ്ങളും ഒക്കെ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. ഇറാനിൽ ഇതൊരു പുത്തരിയൊന്നുമല്ല. ഇറാനിലെ സർക്കാരിനും ഇത് പുത്തരിയല്ല. കഴിഞ്ഞ കാലത്തെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 2009, 2019, 2022 ഈ 3 കാലങ്ങളിലും വൻ പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടാവുകയും ഇതിലൊക്കെ വലിയ ഇടപെടലുകൾ അമേരിക്ക അടക്കമുള്ള ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് 2009 വിഷയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്നുള്ളതാണ്. അന്ന് അഹമ്മദ് നജാദ് ആയിരുന്നു ഇറാൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി മൗസവി ആയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്നവരുടെ വാദം. അത് വലിയ സമരങ്ങൾ വിഷയമായിട്ട് നടന്നു. അത് രാജ്യത്തെ പിടിച്ചുകുലക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭമാണ് എന്ന് പടിഞ്ഞാറൻ മീഡിയകൾ വിലയിരുത്തുകയും ചെയ്തു. പിന്നെ അത് ശാന്തമായി അത് അടങ്ങിപ്പോയി. അതങ്ങനെ തന്നെ അവസാനിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അത് പരിശോധന നടത്തിയിട്ടുണ്ട്. എതിർ സ്ഥാനാർത്ഥിക്കും എതിർ വിഭാഗത്തിനും അതിലിടപെടാനും അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാനും നിവാരണം ചെയ്യാനുള്ള എല്ലാ അവസര കാര്യങ്ങളും കൊടുത്തതിന് ശേഷമാണ് അത് വോട്ട് എണ്ണുന്നത്. പിന്നീടാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതിലെവിടെയും കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കൃത്യമാണ്. പിന്നീട് ഒരു പ്രക്ഷോഭം അതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ ഇറാൻ്റെ ഗവൺമെൻറ്റിൻ്റെ മറുപടി.
2019 ഇന്ധനവില 300% വർദ്ധിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ഉപരോധവും സാമ്പത്തിക വിപ്ലവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭം നടത്തി അന്ന് പടിഞ്ഞാറൻ മീഡിയകൾ പറഞ്ഞു. വലിയ സമര കാര്യങ്ങളൊക്കെ വ്യത്യസ്ത മേഖലയൊക്കെ വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് പരിഹാരമുണ്ടാക്കാമെന്ന് ഇറാൻ പറയുകയും ചെയ്തു. പ്രക്ഷോഭം അടുക്കുകയും ചെയ്തു. പിന്നീട് മൂന്നാമത് 2022 നടന്നിരിക്കുന്ന പ്രക്ഷോഭം അതൊരു സാമൂഹ്യപരമായിരിക്കുന്ന ഒരു വിഷയമാണ്. മതപരമായ സാമൂഹ്യപരമായിരിക്കുന്ന വിഷയം എന്നാണ് അതിനെ വിലയിരുത്തുന്നത്. അത് മഹ്സ അമീനിയുടെ മരണമാണ്. ഹിജാബ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റും അതോടനുബന്ധിച്ചുള്ള നിയമ നടപടിയുടെ ഭാഗമായിട്ടാണ് മഹ്സ അമീനിയെ അറസ്റ്റ് ചെയ്യുന്നത്. മൊറാലിറ്റി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഈ യുവതി കൊല്ലപ്പെട്ടതോടുകൂടി സ്വാതന്ത്ര്യ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ജനം തെരുവിലിറങ്ങി. അത് വലിയ പ്രക്ഷോഭ സമരങ്ങളായി. സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് ജനങ്ങൾ ഇടപെടുകയാണെങ്കിൽ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞു. ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിരോധങ്ങൾക്കോ സ്വാഭാവികപരമായ രീതിയിൽ ആ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അത് കടന്നു കയറിക്കൊണ്ട് രാജ്യ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണ് നിലപാടെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അതിനെ പ്രതിരോധിക്കും. ഏതായിരുന്നാലും അതിൽ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട്, നയത്തിൽ മാറ്റം വരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങളുണ്ടായി. അതിനും പടിഞ്ഞാറൻ രാജ്യങ്ങളും മീഡിയകളും പിന്തുണച്ചു. രാജ്യങ്ങളുടെ പിന്തുണയേക്കാണ് ഗൗരവമുള്ളതാണ് മീഡിയ പിന്തുണ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഭവങ്ങൾ ലോകാടിസ്ഥാനത്തെ ചർച്ച ചെയ്യപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം പടിഞ്ഞാറൻ മീഡിയക്ക് ഇതിനുള്ള താല്പര്യമാണ്. അവരാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ലോകാടിസ്ഥാനത്തിൽ അറിയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തും പ്രക്ഷോഭങ്ങളും സമരങ്ങളും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ആരും അറിയാതില്ല. ആ രാജ്യത്തിൽ ആഭ്യന്തര വിഷയമായിട്ട് അത് ഒതുങ്ങി പോകാറാണുള്ളത്. ഇറാനിൽ വരുന്ന സമയത്ത് രീതിക്ക് മാറ്റം വരുന്നത്. കാരണം ഇറാനിലേക്ക് തുറച്ചു നോക്കുന്ന ആയിരക്കണക്കിന് ക്യാമറകൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൻ്റെ ചുറ്റുഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അവിടെ നടക്കുന്ന ചലനങ്ങൾ, മിടിപ്പുകൾ, രീതികൾ, സമീപനങ്ങൾ എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ലോകത്തോട് പരസ്യപ്പെടുത്തുക എന്നുള്ളത് അത് അവരുടെ നിലപാടാണ്. അതങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഇസ്രായേലിന് അമേരിക്ക ഈ കാര്യത്തിന് വലിയ സഹായം നൽകുന്ന ഇസ്രായേലാണ്. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ പല തവണ ഇസ്രായേലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന രഹസ്യങ്ങൾ, അത് ആണവായുധ മേഖല, സൈനിക മേഖല, ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച്, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഇറാൻ ചോർത്തി പ്രസിദ്ധീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് വലിയ ആഘാതം ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഈ വിഷയത്തിലൊക്കെ ഇസ്രായേലിൻ്റെ പേര് എവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല. അവരങ്ങനെ പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന ജീവികളാണ്, അല്ലാതെ പരസ്യമായ രീതിയിൽ പറയുന്നതല്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ട്രംപ് പെട്ടിരിക്കുന്ന ഒരു പെടൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈന്യം വേണ്ടി വന്നാൽ ഇറാനിൽ ഇറങ്ങുമെന്നാണ്. ശ്രദ്ധയോടുകൂടി വേണം, അതല്ലെങ്കിൽ പ്രയാസമുണ്ടാകുമെന്ന് കാംനായി അത് ആ സമയത്ത് തന്നെ അതിന് മറുപടി നൽകുകയും ചെയ്തു. ഇതോടുകൂടി അമേരിക്ക മിണ്ടാട്ടമില്ലാതായി. ഇപ്പോഴത്തെ പ്രശ്നം ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ തന്നെ വളരെ കൃത്യതയോടുകൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പ്രക്ഷോഭം, സമരവും ജനാധിപത്യപരമായ രീതിയിൽ സ്വാഭാവികമാണ്, ഉണ്ടാവാം. സർക്കാർ വിരുദ്ധ നിലപാടുകൾ എടുക്കുക, സർക്കാരിനെതിരെ വിമർശിക്കുക, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുള്ളതാണ്. ജനാധിപത്യ സംവിധാന പ്രക്രിയ നിലനിൽക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണപക്ഷവും വിമതപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ വിഷയം അടിസ്ഥാനമായ രീതിയിൽ തങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വേറൊരു വിഷയം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഈ പ്രശ്ന കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് ഇറാനികളുടെ ഉദ്ദേശ ലക്ഷ്യമല്ല, മറ്റുള്ള രാജ്യങ്ങളുടേതാണ്. മാത്രമല്ല ഇതിനൊരു നേതൃത്വമില്ല. ഞങ്ങൾ ആരോട് സംസാരിക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാത്ത രീതിയിൽ ഇതിന് നേതൃത്വപരമായിരിക്കുന്ന ഒരു പങ്കാളിത്തമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭമാണെങ്കിൽ യുവജന പ്രക്ഷോഭം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ യുവജന പ്രക്ഷോഭം ഇപ്പോൾ ഇതുവരെ അവിടെ നടന്നിട്ടില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനൊരു നേതൃത്വമില്ല. വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത രൂപത്തിലാണ് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നത്. തെരുവിലിറങ്ങുന്നതല്ല പ്രശ്നം, അവിടെ സ്വകാര്യ ഈ വാഹനങ്ങളെയും സർക്കാർ വാഹനങ്ങളെയും ആക്രമിക്കുന്നുണ്ട്. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ 2 തരം സൈനിക വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ലോകരാജ്യത്ത് പല രാജ്യങ്ങളും ഈ പ്രവൃത്തിയുണ്ട്. അതായത് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു ഗവൺമെൻറ് സൈന്യത്തോടൊപ്പം ഒരു പേഴ്സണൽ ട്രൂപ്പിനെ സംഘടിപ്പിക്കുക എന്നുള്ളത് ചില ഭരണാധികാരികൾ ചെയ്യുന്നതാണ്. അത് ഇറാനിലുണ്ട്.
അത് ആരാണ്, ഏതാണ്, എങ്ങനെയാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതുകൊണ്ടാണ് മൊസാദ് സംഘത്തെ വളരെ എളുപ്പത്തിൽ തന്നെ പിടിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം അവർക്ക് സാധിച്ചത്. അവർ വളരെ തന്ത്രപരമായ രീതിയിലാണ് 1300ഓളം മൊസാദ് സംഘത്തെ പിടികൂടിയത്. ഇതിൽ പല ആളുകൾക്കും ഇസ്രായേൽ ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പേഴ്സണൽ ട്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻ്റലിജൻസ് വിഭാഗം രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്രായേലിൻ്റെ ഈ ഇൻ്റലിജൻസ് വിഭാഗം ഇസ്രായേലിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടായതാണ് രഹസ്യ പേഴ്സണൽ ഇൻ്റലിജൻസ് ട്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വിഭാഗം. എന്നാൽ മറ്റത് പേഴ്സണൽ സൈന്യം എന്ന് പറയുന്നത് ആദ്യമത്തെ തന്നെ ഉണ്ടായതാണ്, ഇപ്പോഴാണ് പുറത്ത് വന്നത് എന്ന് ചുരുക്കം. റഷ്യയിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. റഷ്യയിൽ ഉണ്ടായിരുന്നത് ഈ പുട്ടിൻ്റെ വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രിഗോഷൻ നയിക്കുന്ന ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ സുഡാനിലെ മുഹമ്മദ് ബഷീർ ഭരണം നടത്തിയിരുന്ന ആ കാലത്ത് അയാൾക്കൊരു സൈനിക ട്രൂപ്പ്. ആ സൈനിക ട്രൂപ്പാണ് ഇപ്പോൾ 2 വിഭാഗമായിട്ട് മാറിയിട്ടൊരു ഈ സുഡാൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സുഡാൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന സൈന്യവും അതോടൊപ്പം തന്നെ മുഹമ്മദ് ബഷീറിൻ്റെ പേഴ്സണൽ ട്രൂപ്പും. യഥാർത്ഥത്തിൽ ഇതാണ് 2 ട്രൂപ്പാണ്. 2 വിഭാഗങ്ങളുണ്ട്. പല രാജ്യത്തിനും അതുണ്ട്. അത് പുറത്ത് വിടാത്തത് കൊണ്ടാണ്. അതേപോലെയാണ് ഇറാനിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇറാൻ്റെ സൈനിക വിഭാഗവും ഈ പേഴ്സണൽ ട്രൂപ്പും നിരന്ന് നിന്നാൽ ഒടിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ അമേരിക്കയുടെയും ഈ പ്രക്ഷോഭകാരികളുടെയും താല്പര്യം എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ പ്രക്ഷോഭങ്ങൾ ശാന്തമായിരിക്കുന്നു, അത് അവസാനിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനും ശാന്തത ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നു. ഇതിലിപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ്റെ ആത്മീയ നേതാവായ ആയത്തുള്ള അലി ഖംനായുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് അമേരിക്കയെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്.